നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീരാഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, എത്രയൊക്കെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാത്ത, വിധി നമ്മെ പല വിധത്തിൽ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുചെല്ലുന്ന ചില നിമിഷങ്ങൾ. എന്നാൽ കാലചക്രം തിരിയുമ്പോൾ പ്രപഞ്ചം തന്നെ നമുക്കായി പല വിധത്തിലുള്ള വാതിലുകൾ തുറന്നു തരും. അത് ഇതിനോടകം തന്നെ നമുക്ക് പല വിധത്തിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ്. 2026 ഏപ്രിൽ 2, അതായത് നാളെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഹനുമാൻ ജയന്തി ആഘോഷിക്കുകയാണ്. അങ്ങനെ ഒരു പുണ്യ ദിവസമാണ് ഏപ്രിൽ 2 നാളത്തേത്. ആകാശമണ്ഡലത്തിൽ അതിസവിശേഷമായൊരു രാശിമാറ്റം സംഭവിക്കുന്ന സുദിനം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർമ്മഫലദാതാവായ ശനിയുടെ പ്രിയപുത്രൻ, ഊർജത്തിൻ്റെ പ്രതീകവുമായ ചൊവ്വ തൻ്റെ രാശിമാറ്റം നടത്തുന്നത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ തിരുനാളിലാണ്. അപ്പോൾ വിധിയുടെ വിളയാട്ടത്തിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ച് തളർന്നു പോയവർക്ക് ഭാഗ്യദേവതയുടെ കനിവ് തേടിയെത്തുന്ന സുവർണ നിമിഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഹനുമാൻ ജയന്തിയുടെയും ചൊവ്വയുടെയും പ്രാധാന്യം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ വിശേഷമാണ്. അതായത് ചൈത്രമാസത്തിലെ പൗർണമി നാളിലാണ് അഞ്ജനാപുത്രനായ ഹനുമാൻ സ്വാമിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നാളത്തെ ദിവസമാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ ചൊവ്വ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ജ്യോതിഷമനുസരിച്ച് പറയുമ്പോൾ ചൊവ്വ എന്ന ഗ്രഹത്തിനെ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ അംശമായിട്ട് തന്നെയാണ് കണക്കാക്കി പോരുന്നത്. ചൊവ്വയുടെ ഈ ഒരു മാറ്റം ചില പ്രത്യേക രാശിക്കാർക്കും ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ ആളുകൾക്കും വലിയ ഭാഗ്യങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്നതായ കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ ഇതൊക്കെ മാറുകയും കർമ്മമേഖലയിൽ ഒരു വളർച്ച വരികയും വേദനിപ്പിച്ചിരുന്നതായ പല ഘട്ടങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു പ്രത്യാശയുടെ കൈത്തിരി തെളിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ രാശിയായി വരുന്ന, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഇവിടെ നമുക്ക് വൃശ്ചികം രാശിയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് ആദ്യമായി ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിശയിപ്പിക്കുന്നതായ നേട്ടമായിരിക്കും വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരുന്നത്. ജീവിതത്തിൽ വലിയൊരു പണത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഇവിടെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിലും വലിയൊരു വഴിത്തിരിവായി മാറുന്നതാണ്. അതായത് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, കുടുംബത്തിൽ നിന്നും ചില സഹായങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ അത് തരില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ചില സഹായങ്ങൾ ചൊരിയാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് കാണണം. കാലങ്ങളായി മുടങ്ങിക്കിടന്ന വീട് പണിയാകട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലെ ബുദ്ധിമുട്ടുകളാകട്ടെ, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളാകട്ടെ, എല്ലാ കാര്യങ്ങളും ഒന്ന് വേഗത്തിൽ ഒരു സ്പീഡപ്പ് ആകുന്ന ഒരു സമയം കൂടിയാണ്. പ്രൊഫഷണൽ ജീവിതത്തിലും നിങ്ങൾ കാത്തിരുന്നതായ ചില സുവർണ മാറ്റങ്ങൾ, ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതായ ഒരു അപ്ഗ്രേഡ് ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ സാലറി ഇൻക്രീസ് ചെയ്യുന്നതായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഭാഗ്യവാതിലുകൾ തുറക്കുന്ന ഒരു ദിവസം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗ്യരാശിയായി വരുന്നത് മിഥുനമാണ്. മകയിരം, തിരുവാതിര, പുണർ നക്ഷത്രക്കാരാണ് ഇതിൽ വരുന്നത്. അംഗീകാരത്തിൻ്റെയും അതേപോലെ ജീവിത പുരോഗതിയുടെയും കാലം തന്നെയാണ്. നിങ്ങൾക്കും ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റവും ഉണ്ടാവുകയും ശമ്പളത്തിൽ വർധനവൊക്കെ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതായ കഠിന അധ്വാനം അത് വെറുതെ പോയാൽ പോരല്ല. അതായത് നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ പോയാൽ പോരാ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മേലുദ്യോഗസ്ഥർ കണ്ട് അവരിൽ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ ഉണർവുണ്ടാകുന്നത്. ശരിയല്ലേ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ആരിൽ നിന്ന് നമുക്കൊരു പുകഴ്ത്തലോ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ കിട്ടാതെ വന്നാൽ ജോലി ചെയ്യാൻ തന്നെ നമുക്ക് മടിയായി പോകും. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. എന്നാൽ ഇവിടെ മേലുദ്യോഗസ്ഥർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്കതിനുള്ള ആശംസകൾ, അപ്രീസിയേഷനുകൾ തരാനുള്ള സാധ്യതയും കൂടുന്ന ഒരു സമയം തുടങ്ങുന്നുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ നല്ലൊരു സമയം ഇനി നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ വരാനുള്ളൂ എന്ന് പറയും. കാരണം അത്ര നല്ല സമയം നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയും നല്ല സമയമാണ്. ഏപ്രിൽ മാസം അവസരങ്ങൾ ധാരാളം വരുന്നുണ്ട്. നിങ്ങളുടെ അലസത കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മടി കൊണ്ട് അത് പാഴായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഇനി അടുത്ത രാശി ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. അപ്പോൾ ഇവർക്കും ഈ ഒരു രാശിമാറ്റം വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലവിലുള്ളവർക്ക്, അത് ചിലപ്പോൾ അതിർത്തി തർക്കമാകാം, അതല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കായാലും ലാഭം നിങ്ങളുടെ ഭാഗത്തേക്ക് ആനുകൂല്യങ്ങൾ ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. ഏറെക്കാലമായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പറഞ്ഞ് വിട്ടുമാറാത്തതായ ചില രോഗങ്ങളുണ്ട്. ഇപ്പോൾ വിട്ടുമാറാത്തതായി മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുമയാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. മനസ്സിന് വലിയൊരു ആശ്വാസ, സമാധാനം, ഒരു റിലീഫ് ഒക്കെ തോന്നുന്നതായ ഒരു സമയമാണ്. ഹനുമാൻ ജയന്തിയാണ്. അപ്പോൾ നാളെ മുതൽ നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ കരുതി മുന്നോട്ട് പോവുക. അടുത്തത് നാലാമത്തെ രാശിയായി വരുന്നത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രങ്ങളാണ് വരുന്നത്. അനുകൂലമായ സമയമാണ്. നിങ്ങൾക്കും പണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായ മുൻ നിക്ഷേപങ്ങൾ പോലും ഈ ഒരു കാലയളവിൽ ലാഭകരമായി മാറുന്നതാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് എനിക്ക് നഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം പോലും പെട്ടെന്ന് ഒരു ദിവസം, അതായത് നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് ലാഭകരമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നതാണ്. പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവൊക്കെ ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകരുത്. എവിടെയാണ് നമ്മുടെ ഭാഗ്യം ഇരിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല. പലതും തട്ടിത്തെറിപ്പിക്കാതിരിക്കുക. ഇന്ന് ചെന്ന് എടുത്തു ചാടി കാശുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും എടുത്തു ചാടാതിരിക്കുക. ഏത് കാര്യവും വളരെ ആലോചിക്കേണ്ടതും അത്യാവശ്യമാണ്. കുടുംബത്തിൽ ചില പുതിയ സന്തോഷങ്ങളൊക്കെ വന്നു ചേരാനും ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുവാനുമുള്ള സാധ്യതാ സമയമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാസം ഏതായാലും പ്രപഞ്ചത്തിൻ്റെ ഗതി നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഞാൻ വിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറയുന്ന നേർച്ച കാഴ്ചകളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ മാറ്റം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിഡ്ഢിത്തം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ പ്രപഞ്ചത്തിൻ്റെ ഗതി നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രഹമാറ്റങ്ങൾ കൂടി അനുഭവവേദ്യമായി, അതായത് നമുക്ക് അനുഭവ യോഗമായി വരുമ്പോഴാണ് ഈ മാറ്റങ്ങൾ, നമ്മൾ എത്ര നേർച്ച കാഴ്ചകൾ ചെയ്താലും മാറ്റങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഈ രാശിയിലുള്ളവർക്ക് മാത്രമല്ല, ഹനുമാൻ ജയന്തി നമ്മൾ എല്ലാവർക്കും, രാമനാമം ജപിക്കുന്ന ഓരോ വിശ്വാസികൾക്കും വലിയൊരു സംരക്ഷണ കവചം തന്നെയാണ് ഒരുക്കുന്നത്. ഈ ഭാഗ്യനാളുകാർ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയൊരു ഐശ്വര്യത്തിൻ്റെ, വലിയൊരു നേട്ടത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവർക്ക് വന്ന് ചേരുന്നത് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. കൂടാതെ കമൻറ്റ് ബോക്സിൽ ജയ് ബജ്രംഗ് ബലി എന്ന് കുറിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം നേടാനും നിങ്ങൾ മറക്കാതിരിക്കുക. എല്ലാവിധ പ്രയാസങ്ങളും മാറുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഇത് നല്ല ഒരു വിഷുക്കാലം കൂടിയാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം പൂർണ്ണമായി വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പഴയ കാര്യങ്ങളെ, പഴയ വിഷമങ്ങളെ ഓർത്ത് മനസ്സിനെ നെഗറ്റീവ് ആക്കാതിരിക്കാനും മനസ്സിനെ ശാന്തമായി സമാധാനമായി വയ്ക്കാനും നിങ്ങൾ ശ്രമിക്കുക. നാളെ മുതൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.